മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. വോട്ട് ചെയ്യാനായി എത്തുകയാണ്. ഇതിൻ്റെ സുരക്ഷാ പരിശോധനകളൊക്കെയാണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത്. ഭാര്യയോടും മകളോടുമൊക്കെ ഒപ്പം ഒരുമിച്ച് കുടുംബസമേതമാണ് വോട്ട് ചെയ്യാനായി കണ്ണൂരിലേക്ക് എത്തുന്നത്. കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ചും പ്രശ്നബാധിത മേഖലകളിലൊക്കെ കണ്ണൂരിലെ സ്വന്തം ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ എത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യയും മകളും അടക്കമുള്ളവർ. ഒരുപക്ഷെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും മാധ്യമങ്ങളോട് സംസാരിക്കുക എന്ന് കരുതുന്നു. ജിബിൻ ജെബി ഉണ്ട് വിവരങ്ങളുമായി. ജിബിൻ, മുഖ്യമന്ത്രി കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്ന ദൃശ്യങ്ങളിൽ കാണുന്നു. വിശദാംശങ്ങൾ പങ്കുവയ്ക്കൂ ജിബിൻ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി പഞ്ചായത്തിലെ ചേരിക്കൽ ബേസിക് സ്കൂളിലുള്ള രണ്ടാമത്തെ വാർഡായ എടക്കടവ് വാർഡിലെ 1-ാം നമ്പർ ബൂത്തിൽ ഇപ്പോൾ പോളിംഗിന് എത്തിയിരിക്കുന്നത്. അദ്ദേഹം കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്. ഭാര്യയുടെ മകളോടൊപ്പമാണ് അദ്ദേഹം ഈ ബൂത്തിൽ 1-ാം നമ്പർ ബൂത്തിൽ എടക്കടവ് വാർഡിലെ 2-ാം വാർഡിലെ 1-ാം നമ്പർ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ 125-ാം നമ്പർ വോട്ടറാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് പിണറായി പഞ്ചായത്ത് കൂടിയാണ്. സ്വാഭാവികമായും LDFിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അവിടേക്കാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. 8 മണിയോടുകൂടിയാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തിയത്. ഈ സമീപത്ത്, ഈ പോളിംഗ് സ്റ്റേഷൻ സമീപത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. അവിടെ നിന്ന് 5 മിനിറ്റ് യാത്ര മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ളത്. കൃത്യം 8:02 തന്നെ അദ്ദേഹം കുടുംബസമേതം വോട്ടെടുപ്പിന് ഇപ്പോൾ എത്തി. അദ്ദേഹം ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അതായത് രാവിലെ 7 മണിക്ക് ഈ ബൂത്തിൽ ഒരു നീണ്ട നിരയുണ്ടായിരുന്നു. വലിയ രീതിയിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. പക്ഷെ പിന്നീട് ആ ഒരു തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടെ ക്യൂ നിൽക്കാതെ തന്നെ അകത്തേക്ക് കയറാൻ സാധിക്കും. മറ്റു തിരക്കുകളോ അല്ലെങ്കിൽ ഒരു നീണ്ട നിരയോ ഒന്നും തന്നെ നിലവിൽ ഈ ഇടക്കട വാർഡിലെ 1-ാം നമ്പർ ബൂത്തിലില്ല. എന്തായാലും അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് കയറുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് രാവിലെ ഇവിടെ തന്നെ എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു സ്ഥിതിയാണ് എല്ലാ വാർഡുകളിലും ഉള്ളത്. പല വാർഡുകളിലും അത് നമ്മൾ രാവിലെ കണ്ടതുമാണ്. നീണ്ട നിരയാണ് ഈ പ്രദേശങ്ങളിലെ പല വാർഡുകളിലും ഉണ്ടായിരുന്നത്. പക്ഷേ രാവിലെ 8 മണിയോടുകൂടി തന്നെ അതിനൊരു കുറവ് വന്നിരിക്കുകയാണ്. ഈ എടക്കടവ് വാർഡിലും സംഭവിച്ചതാണ്. അദ്ദേഹം മുഖ്യമന്ത്രി എത്തുന്ന സമയത്ത് ഒരു നീണ്ട നിര നമുക്കിവിടെ അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ വലിയ രീതിയിൽ അദ്ദേഹം വോട്ടിടാനായി അകത്തേക്ക് കയറുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളുള്ളത്. അദ്ദേഹം ഭാര്യയോടും മകളോടൊപ്പമാണ്, കമ്മയോടും മകൾ വീണയോടൊപ്പമാണ് ഇങ്ങോട്ടേക്ക് വോട്ടിടാൻ എത്തിയത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വാർഡിലെ എടക്കടവ് വാർഡിലെ 125-ാം നമ്പർ വോട്ടായിട്ടാണ് അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഭാര്യ തൊട്ട് പിന്നാലെ തന്നെ 25 ആക്രമണ നമ്പർ അനുസരിച്ചുള്ള വോട്ടർമാരാണ് ഭാര്യയും മകളും ഉള്ളത്. അദ്ദേഹത്തിന്റെ മകനുണ്ട്, പക്ഷെ മകൻ വിദേശത്താണ്. ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മേഖലയാണ്, രാഷ്ട്രീയ പ്രാധാന്യമുള്ള ബൂത്താണ്. അവിടെയാണ് പിണറായിയിലെ ജൂനിയർ ബേസിക് സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ തത്സമയ ദൃശ്യങ്ങളാണ്. മുഖ്യമന്ത്രി വോട്ട് ചെയ്യുകയാണ്. കേരളത്തിൽ ഇന്ന് 2ാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് പുരോഗമിക്കുകയാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് ഈ 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പിൽ വിവിധ നേതാക്കൾ, പൊതുജനങ്ങൾ, നിരവധി പേർ വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ജൂനിയർ ബേസിക് സ്കൂൾ പിണറായി, അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയത്. അടുത്തത് ഭാര്യ ആണ് വോട്ട് രേഖപ്പെടുത്താൻ വരിയിൽ നിൽക്കുന്നത് കാണുന്നുണ്ട്. മകളും മകനുമടക്കം വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഭാര്യയും മകളും മകനും ഒപ്പമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ വന്നോ
കണ്ണൂരിലെ പിണറായിയിൽ വോട്ട് രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരികെ ഇറങ്ങുകയാണ്. കേരളത്തിൽ രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ വിവിധ ഇടങ്ങളിൽ 7 ജില്ലകളിലാണ് ഇന്ന് വോട്ടിംഗ് നടക്കുന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് വോട്ടിംഗ് നടക്കുന്നത്. ഇവിടങ്ങളിൽ സമാധാനപരമായ വോട്ടിംഗ് പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എവിടെയും പ്രശ്നങ്ങൾ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രി കുടുംബസമേതനായി വോട്ട് രേഖപ്പെടുത്താൻ എത്തി മടങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ